പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രമോഷൻ ചെയ്തിട്ട് കോടികൾ മുടക്കി ചെയ്യുമ്പോൾ ഒരു തലേന്ന് ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നു. എൻ്റെ ഇപ്പം തന്നെ സിനിമയെ വളരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്ക് നിയമപരമായി ഇതിനെ നേരിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റിൽ 132 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മൾ ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത്. നമ്മൾ മെയ് 1-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇത് അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. മെയ് 1-ാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമയെ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ നമ്മുടെ സിനിമയല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ച് മാത്രമായിട്ടാണ്. അങ്ങനെ ഇത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത്. ഇങ്ങനെ നിഷാദ് പോയ ഒരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ്, അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വശത്ത് നിന്ന്, അതായത് റൈറ്ററെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ കള്ള പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിൻ്റെ മ്യൂസിക്കായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ വേർഷൻ അല്ല. ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു. കാരണം ഒരു പടം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്. അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്, ഇത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള, അല്ല റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്ക് എന്താണുള്ളത്? അല്ല, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വർഷം തന്നെ 4-5 സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്? അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കും? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എത്രയോ മോശകരമായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറെയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത്. റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല. അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സംഘടനകളെ സമീപിച്ചു, ഡയറക്ടർ ഫെഫ്കനെ സമീപിച്ചു. അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിയമപരമൊക്കെ അതൊക്കെ എന്ന് നടക്കാനപ്പാ പറഞ്ഞ മനസ്സിലായി. ഇന്നിപ്പോൾ തിയേറ്ററിൽ 200 ചിരുവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് 2ാമത്തെ ആഴ്ചയാണ്, ഇന്ന് കറക്റ്റ്. അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്നെല്ലാം പടം കുറയണ്ടേ? ഒരു ഷോ എങ്കിലും കുറയണ്ടേ? ഒരു 10 തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ? സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഡീഗ്രേഡിന്റെ അങ്ങേയറ്റം. നമ്മൾ ഓൺലൈനിന് വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ്, മറ്റേ നിഷാദ് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു 10,000 ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 100-200 പേരെ ആയിരിക്കും. ബാക്കി 800 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്ലാനിങ് ഇല്ലേ, ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത്?
സിനിമേനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഡീഗ്രേഡ് ചെയ്യുക, പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കുക, ഇതാണോ സിനിമ? ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ സിനിമ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. ഓൺലൈൻകാരെ അടച്ചു നോക്കാനാണ് സിനിമ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലാതെ ഓൺലൈൻകാരുണ്ടാക്കിയ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്കിലിടുന്നു, പിന്നീട് പിൻവലിക്കുന്നു, വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അവിടെയാണ് ഈ പുറലോകം മൊത്തം അറിഞ്ഞത് എന്നാണ് ലിസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻകാർ മൊത്തം പരസ്യമില്ലാത്തതുകൊണ്ട് ഡീഗ്രേഡ് എന്നുള്ള സ്ഥാനമല്ല അതിനകത്തുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നും ഇന്നും ഉള്ളതാണ് ഡീഗ്രേഡിംഗ് ഉള്ളത്. അല്ല, ആ ഒരു അഭിപ്രായം എനിക്ക് 100% ഉണ്ട്. കാരണം ഞാനാണല്ലോ പൈസ ഈവൻ മുടക്കുന്ന ഒരാള്. അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ഇത്ര രൂപയ്ക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യും? ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന, ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഒരു സിയാദക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട്, സിയാദക്കായ്ക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി. ഞാൻ കേരളത്തിൽ 250 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എൻ്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണണം എന്നുള്ള രീതി. അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ.